പൂജ്യേ ജഗൽവന്ദ്യേ സർവശക്തിസ്വരൂപിണി പൂജാം ഗൃഹാണ കൗമാരീ ജഗന്നാഥാർണമോസ്തുതേ തപ്തകാഞ്ചനസംകാശാം മുക്താഭരണഭൂഷിതാം രത്നസിംഹാസനാസീനാം വന്ദയിതാം വൈ മഹേശ്വരീ. എല്ലാ സജ്ജനങ്ങൾക്കും ഒരു പ്രഭാത നമസ്കാരം. ഇന്ന് 1199 ആണ്ട് മേടമാസം 9-ാം തീയതി തിങ്കളാഴ്ചയാണ്. പഞ്ചാംഗ പ്രകാരം ഇന്ന് അത്തം നക്ഷത്രമാണ്. 34 നാഴികയുണ്ട് നക്ഷത്രം. ഒരു 8 മണി വരെ ഉണ്ടാവും നക്ഷത്രം. രാത്രി ചതുർദശിയാണ് പക്കം, തിക്തയുള്ള പക്കമാണ്. പ്രത്യേകിച്ച് വിഷു ദോഷാധിക്യത്തിന് വേണ്ടി ഒരു പരിഹാരം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ സജ്ജനങ്ങളുടെയും. അതിൽ പൗർണമി ദിവസം, അതായത് പൗർണമിക്ക് ഒരു പരിഹാരം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുള്ളത്, എല്ലാവരും ഒരു പാത്രത്തിൽ ഒരു തളികയെടുത്ത് അതിൽ കുറച്ച് പാലൊഴിച്ച് അതിലൊരു നിലവിളക്ക് വെച്ച് നെയ്യൊഴിച്ച് 5 ദീപമിട്ട് 4 ദിക്കിലേക്കും ഈശാനകോണം എന്ന് പറയുമ്പോൾ വടക്ക് കിഴക്കും ഭാഗത്തേക്കുമായി 5 ദീപമിട്ട് നെയ്യൊഴിച്ച് ഭദ്രദീപമായി കത്തിച്ച് വിഷ്ണു പ്രാർത്ഥന നടത്തുക, വിഷ്ണുദേവനെ പ്രാർത്ഥിക്കുക. വിഷുദോഷാധിക നക്ഷത്രങ്ങളെക്കുറിച്ച് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. അതായത് മകയിരം നക്ഷത്രത്തിലാണ് വിഷു പിറന്നിരിക്കുന്നത്. അതിൻ്റെ ആദ്യശൂല നക്ഷത്രങ്ങളായ മകയിര നക്ഷത്രത്തിന് മുന്നിലുള്ള നക്ഷത്രമായ രോഹിണിയും മകയിര നക്ഷത്രത്തിന് ശേഷം വരുന്നതായ തിരുവാതിര നക്ഷത്ര ജാതർക്കും അതിൻ്റെ അനുജന്മ നക്ഷത്രക്കാർക്കുമാണ് ഈ വർഷത്തെ വിഷു ദോഷാധിക്യം വരുന്നത്. രോഹിണി അത്തം തിരുവോണവും മകയിരം ചിത്തിര അവിട്ടവും തിരുവാതിര ചോതി ചതയവുമാണ് ആ നക്ഷത്രങ്ങൾ. അതിൽ ഇന്ന് വരുന്ന നക്ഷത്രം അത്തം നക്ഷത്രമാണ്. നാളെ മേടമ്പത്താണ്. ഞാൻ ഇന്ന് വീണ്ടും നിങ്ങളിലേക്ക് വരുന്നത് നാളെ മേടമ്പത്തും പൗർണമിയും ചേർന്ന ദിവസമാണ്. ഈ പറഞ്ഞ നക്ഷത്രജാതരായിരിക്കുന്ന എല്ലാവരും ഏതെത്ര നക്ഷത്രജാതരുണ്ടോ അവരുടെയൊക്കെ ഗൃഹത്തിൽ നാളെ ഈ പരിഹാരം നിങ്ങൾ ചെയ്ത് വിഷ്ണുപ്രീതി വരുത്തേണ്ടത് ആവശ്യമായ കാര്യമാണ്. ഈ നക്ഷത്രജാതർക്ക് ഒരു വർഷം വരെ വളരെ മോശമായിരിക്കുന്ന ഫലങ്ങൾ അനുഭവത്തിൽ നിൽക്കുന്നതുകൊണ്ടും, പ്രത്യേകിച്ച് ഈ ഇടവക്കൂറായിരിക്കുന്ന നക്ഷത്രക്കാർക്ക് കണ്ടകശനി കാലമാണ്. അതായത് കാർത്തികയുടെ 3/4 ഭാഗവും രോഹിണിയും മകയിരത്തിൻ്റെ 30 നാഴികയും ചേരുന്ന ഇടവക്കൂറുകാർക്ക് 10ാമത്തെ രാശിയിലാണ് ശനി നിൽക്കുന്നത്. 10ാമത്തെ രാശി എന്ന് പറഞ്ഞാൽ നമ്മുടെ കർമ്മബന്ധങ്ങളെ, കർമ്മഭാവങ്ങളെ, ആ ശനി നമുക്ക് വിപരീത ഫലങ്ങളെ ഉണ്ടാക്കുമെന്നാണ് ശാസ്ത്രം പറയുന്നത്. നിങ്ങൾ അത്യാപത്തുകളുണ്ടാകാതെയും ദുരിതങ്ങളിലേക്ക് ചെന്ന് വീഴാതെയും നമ്മുടെ മേലധികാരി നമ്മളിലേക്ക് കോപിഷ്ഠരാകാതെയും നോക്കേണ്ടത് അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് വിഷുദോഷമുള്ള നക്ഷത്രജാതർ ഈ ഒരു വർഷം വളരെ ഭക്തിയോടും ശ്രദ്ധയോടും കൂടി കാര്യങ്ങളെ വളരെ അപഗ്രഥിച്ചുകൊണ്ട് തങ്ങൾക്ക് മറ്റ് വീഴ്ചകളൊന്നും ജീവിത മേഖലകളിൽ വരാതിരിക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കേണ്ടതും വളരെ ആലോചിച്ച് തീരുമാനമെടുക്കേണ്ടതും ആയ ഒരു കാലഘട്ടമാണ്. ശരിക്കും നമ്മളെ സംബന്ധിച്ചിട്ട്, ഈ നക്ഷത്രജാതരെ സംബന്ധിച്ചിട്ട് സർവങ്ങളായിരിക്കുന്ന വിപത്തുക്കളോ ആപത്തുക്കളോ അപകടങ്ങളോ അപവാദങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യതകൾ, ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലുകൾ നമ്മൾ നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതകൾ, ഇതിനൊക്കെ പ്രസക്തിയുണ്ട്. ചന്ദ്രദശയിലാണ് അത്തം നക്ഷത്രജാതർ ജനിക്കുന്നത്. ഇന്നത്തെ നക്ഷത്രത്തിൻ്റെതാണ്. ചന്ദ്രദശ ഫലം നല്ലതാണ്. പക്ഷേ ക്ഷീണേന്ദ്വാർക്കം അഹീസുതാർക്കതനയ, ക്ഷീണചന്ദ്രനാണെങ്കിൽ ജനിച്ചിരിക്കുന്ന സമയത്ത് നമ്മളുടെ ജാതകവശാൽ ക്ഷീണചന്ദ്രനാണ് നമുക്ക് ജാതകവശാലുള്ളതെങ്കിൽ ആ ചന്ദ്രൻ്റേതായ ഗുണഫലങ്ങളൊന്നും നമ്മളിലേക്ക് വന്നു ചേരാൻ, പക്ഷേ പ്രത്യേകിച്ച് നക്ഷത്രജാതരിലേക്ക് വന്നു ചേരാനുള്ള സാധ്യതകൾ കുറവാണ്. അതിനുശേഷം വരുന്ന 7 വർഷം ചൊവ്വാദശാകാലമാണ്. അപ്പോൾ 7ഉം 5ഉം 12 വർഷം വരെ വരുന്ന കാലഘട്ടം മുറിവ് ചതവുകൾ ഉണ്ടാകാതെയും നമുക്ക് അനുകൂലമല്ലാത്ത ഫലങ്ങൾ അനുഭവത്തിൽ വരാതെയും നോക്കണം. വിദ്യാഭ്യാസ മേഖലകളിലുള്ള കുട്ടികൾക്ക് കുറച്ച് ഓർമ്മശക്തി കുറവുണ്ടാകാനുള്ള സാധ്യതയും പഠിക്കുന്ന കാര്യങ്ങളിൽ ശ്രദ്ധാലുക്കളല്ലാതെ മാറാനുള്ള സാധ്യതകൾക്കും പ്രസക്തിയുണ്ട്. അതിനുശേഷം വരുന്ന കാലഘട്ടം 12 വയസ്സിന് ശേഷം 18 വർഷം കൂടി വരുന്ന ഒരു കാലഘട്ടം 30 വയസ്സ് വരെ രാഹുർദശാകാലമാണ്.
ഈ രാഹുർദശാകാലം വിവാഹാദി കാര്യങ്ങളായാലും മറ്റനുബന്ധമായിട്ട് വരുന്ന കാര്യങ്ങളിലും 3 ഘട്ടമായിട്ടാണ് സാധാരണ രാഹുർദശാകാലം അനുഭവത്തിൽ വരുന്നത്. ആദ്യപാദത്തിൽ നമ്മൾ എന്തുണ്ടാക്കപ്പെടുന്ന പോലെ അന്ത്യപാദത്തിൽ നശിക്കാനുള്ള സാധ്യതകളും രാഹുർദശാകാലത്തിലുണ്ട്. അപ്പോൾ 18 വയസ്സ് വരെ ആർജിക്കുന്നത് വിദ്യാഭ്യാസം, മറ്റ് അനുബന്ധമായ കാര്യങ്ങളും. ഇതിൻ്റെ 24 വയസ്സിന് ശേഷം 30 വയസ്സ് വരെ വരുന്ന കാലഘട്ടങ്ങളിൽ നമ്മൾ അന്യാധീനപ്പെട്ടു പോകാൻ നോക്കണമെന്നാണ്. വിവാഹാദി കാര്യങ്ങൾക്കോ മറ്റനുബന്ധമായ കാര്യങ്ങൾക്കോ ദോഷങ്ങളോ ദുരിതാപത്തുകളോ കാണുന്നില്ല എങ്കിൽ പോലും ആ വ്യാഴദശ വരെ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് നീങ്ങണം. 46 വയസ്സ്, 30 വയസ്സിന് ശേഷം 16 വർഷം വരുന്ന 46 വയസ്സ് വരെ വ്യാഴദശയാണ്. ധർമ്മക്രിയാപ്തിയും അവനീന്ദ്രകുർവൃതത്തെയും പ്രാപ്തിയും സുഹൃത്തിയും ഇഷ്ടസിദ്ധിയും സന്താനസിദ്ധിയും അവനീപതി പൂജനം ച സ്ലാഹത്വം ഉന്നത ജനേഷു ഗജാശ്വാന. എല്ലാവിധ സൗഭാഗ്യങ്ങളും വ്യാഴദശ നമ്മളിലേക്ക് കൊണ്ടുതരും എന്നാണ് പറയാറുള്ളത്. അതിലും വ്യാഴം നമ്മുടെ ജാതകവശാൽ ഇഷ്ടഭാവസ്ഥിതനായിരിക്കണം. ഇഷ്ടഭാവസ്ഥനായിരുന്നാൽ മാത്രമേ നമുക്ക് ഗുണഫലങ്ങളെ പ്രദാനം ചെയ്യുള്ളൂ. അതായത് സൗമ്യാനാം വേശത്രുമൃത്യു സഹജ അനിഷ്ട എന്ന പ്രമാണം. സൗമ്യഗ്രഹങ്ങൾ നമ്മൾ ജനിച്ചിരിക്കുന്ന 3-ാമത്തെ രാശിയിലോ 6-ാമത്തെ രാശിയിലോ 8-ാമത്തെ രാശിയിലോ 12-ാമത്തെ രാശിയിലോ ജനിച്ചാൽ അത് നമുക്ക് ആ ഗ്രഹത്തെ കൊണ്ട് ഗുണമില്ലെന്നാണ്. ആ ദശാകാലവും നോക്കട്ടെ. അതുപോലെ തന്നെ പല പ്രയാസങ്ങൾ നേരിടേണ്ടതായി വരും. പ്രത്യേകിച്ച് ഒരു ശുഭഗ്രഹത്തിൻ്റെ ദശാകാലമായതുകൊണ്ട് വളരെ ഗുണഫലങ്ങൾക്ക് സാധ്യതയുണ്ട്. അതിനുശേഷം 19 വർഷം വരുന്നത് ശനിദശാകാലമാണ്. അങ്ങനെ 65 വയസ്സ് വരെ ഏകദേശം നിൽക്കുന്ന ഒരു ശനിദശാകാലവും. ശനി ത്രിദശം 3 ലോകത്തിൽ നിൽക്കുന്ന ശനിയാണെങ്കിൽ നമുക്ക് വളരെ ഗുണങ്ങളെ ഉണ്ടാക്കുന്നതാണ്. അതാണ് ഇന്നത്തെ ഫലം. എല്ലാവരും ഈ പറഞ്ഞിരിക്കുന്ന വഴിപാടുകൾ, നാളെ പൗർണമിയാണ്, ഈ പറഞ്ഞിരിക്കുന്ന ഒരു പ്രാർത്ഥന നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുള്ള ഈ ദോഷാവസ്ഥകളെ മാറി സർവൈശ്വര്യങ്ങളും പ്രദാനം ചെയ്യാൻ വിഷ്ണു ഭഗവാൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.